Hi all. Our next topic is high voltage electrophorese HVE. This high voltage electrophorese is also came under the category of specialized electrophoretic technique. And the main speciality of this high voltage electrophoresis is through this technique we can isolate sample in a very short period. Usually, we used to carry out electrophoresis in 2 or 3 hours അല്ലെ നമ്മളൊരു 2-3 മണിക്കൂറുകൾ ഇലക്ട്രോഫോർസിസ് റൺ ചെയ്യേണ്ടതായിട്ടുണ്ട് ബട്ട് അതിനേക്കാളും എളുപ്പമായിട്ട് വിത്തിൻ 60 മിനിറ്റ്സിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ഇലക്ട്രോഫോർസിസ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഈ ഹൈ വോൾട്ടേജ് ഇലക്ട്രോഫോററ്റിക് സിസ്റ്റം. അപ്പൊ നമുക്ക് ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഈ പൊതുവെ ഇലക്ട്രോഫോർസസിൽ ഇഫ് യു ആർ ഇൻക്രീസിംഗ് ദ വോൾട്ടേജ് വാട്ട് വിൽ ഹാപ്പൻ ബഫർ ഇവോപ്പറേറ്റ് ആവും ദെൻ നമുക്ക് റെസൊല്യൂഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തുകൊണ്ട് അതിൽ നിന്നും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഇവോപ്പറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ദിസ് ഇലക്ട്രോഫോർസിസ് ടെക്നിക് വി ആർ പ്രൊവൈഡിങ് എ സ്പെഷ്യലൈസ്ഡ് കൂളിംഗ് സിസ്റ്റം. ദാറ്റ്സ് എ മെയിൻ ഹൈലൈറ്റ് ഓഫ് ദിസ് HVE. Okay, high voltage electrophoresis. So here we can use low molecular weight substance have usually this low molecular weight substance have considerably high diffusion അല്ലെ. അപ്പോൾ നമ്മൾ വോൾട്ടേജും കൂടി കൂട്ടുകയാണെങ്കിലോ ഈ ചെറിയ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസ് എല്ലാം തന്നെ ഡിഫ്യൂഷൻ റേറ്റ് ഇത്തിരി കൂടെ കൂടും. സോ അതിൽ നിന്നൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇലക്ട്രോഫോർസിസ് ടെക്നിക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഇലക്ട്രോഫോർസിസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അമിനോ ആസിഡ്സ്, സ്മോൾ പെപ്റ്റൈഡ്സ്, ഇങ്ങനെയുള്ള ഇതൊക്കെ. ഇപ്പൊ യൂഷ്വലി അമിനോ ആസിഡ്സും ചെറിയ പെപ്റ്റൈഡ്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് മേ ടേക്ക് അബൌട്ട് 5 to 20 വോൾട്ട്സ്. ഒരു സ്ലൈഡ് നമുക്കറിയാലോ. അപ്പൊ അതിൽ 1 സെന്റിമീറ്ററിന് 5 മുതൽ 20 വോൾട്ടേജ് വരെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ബട്ട് ഹിയർ വി ആർ ഇൻക്രീസിംഗ് വോൾട്ടേജ് ടു റെഡ്യൂസ് ദി ടേൺ അറൌണ്ട് ടൈം. അതായത് ഇലക്ട്രോഫോർട്ടിക് റൺ ചെയ്യുന്ന പ്രൊസീജിയർ ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ വോൾട്ടേജ് കൂട്ടുകയാണ്. അപ്പൊ വോൾട്ടേജ് കൂട്ടുന്ന സമയത്ത് ഇവോപ്പറേഷൻ ഉണ്ടാവും. ആ ഒരു ഇവോപ്പറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ അപ്ലൈയിങ് എ കൂളിംഗ് സിസ്റ്റം. ഹിയർ ടു ഓവർകം ദിസ് പ്രോസസ് workers began to experiment with much higher voltages, that is 2500 to 10,000 volt. ഇത്രയും വലിയൊരു വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതായത് 5 to 20 voltage per centimeter ഉണ്ടായതിൽ നിന്ന് വി ആർ അപ്ലൈയിങ് 50 to 200 volt per centimeter. So ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ it may give a better resolution in a very short period. So here you can see that this is the figure representation of a diagram of high voltage electrophoretic unit. Sorry, high voltage electrophoretic unit. Here you can see that നമ്മൾ പറഞ്ഞു കൂളിംഗ് സിസ്റ്റം ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോ വി നോ ദാറ്റ് എല്ലാ ഇലക്ട്രോഫോർസിസിലും നമ്മൾ സ്റ്റെബിലൈസിങ് മീഡിയ കൊടുക്കണം അല്ലെ. ഇവിടെ നമ്മൾ സ്റ്റെബിലൈസിങ് മീഡിയ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് മീഡിയ കൊടുത്തിരിക്കുന്നത് എന്താണ്? പേപ്പർ ആണ്. ഹിയർ വി ആർ കീപ്പിംഗ് ദി പേപ്പർ. ഈ പേപ്പറിന്റെ സെൻട്രൽ മോസ്റ്റ് പോർഷനിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഇവിടെ സാമ്പിൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, റിമെമ്പർ ദാറ്റ് വി ആർ അപ്ലൈയിങ് ഇറ്റ് ഇൻ ദി സെൻട്രൽ മോസ്റ്റ് പോർഷൻ ആൻഡ് ദിസ് പേപ്പർ ഈസ് എൻവലപ്ഡ് വിത്ത് പോളിത്തീൻ ഷീറ്റ്. എന്തുകൊണ്ട്? പോളിത്തീൻ ഷീറ്റ് കൊണ്ട് ആദ്യം എൻവലപ്പ് ചെയ്തു. ദെൻ അതിന്റെ മേലെയായിട്ട് വി ആർ പ്ലേസിംഗ് ദി കൂളിംഗ് പ്ലേറ്റ്സ് ആൻഡ് ദിസ് കൂളിംഗ് പ്ലേറ്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് അലൂമിനിയം ഷീറ്റ്സ് ആൻഡ് ദിസ് അലൂമിനിയം ഷീറ്റ്സ് ഈസ് ഫിൽഡ് വിത്ത് ദി കൂളിംഗ് വാട്ടർ. യൂഷ്വലി this is in the ancient times we are using chlorobenzene and toluene for this or as this cooling agent, but we cannot, the main drawback of that organic solvents are we cannot use such compounds or solutions for above 10,000 volts. സോ അതിൽ നിന്നും ഓവർകം ചെയ്തുകൊണ്ട് മോഡേൺ എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ നൗ വി ആർ യൂസിങ് വാട്ടർ ഓർ വാട്ടർ ഗ്ലൈക്കോൾ കോമ്പൗണ്ട്സ്. അതിന്റെ ഒരു മിക്സ്ചർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കൂളിംഗ് നമ്മൾ
ഇപ്പോൾ അറ്റ് എ ടൈം ആണ് നമ്മൾ ഈ കൂളിംഗ് പ്ലേറ്റ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഇവോപ്പറേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് അത് എഗെയിൻ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ടേക്കിംഗ് കൂളിംഗ് വാട്ടർ ഫ്രം റെഫ്രിജറേറ്റിംഗ് യൂണിറ്റ്. അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അവിടെ ഒരു ടെമ്പറേച്ചർ മെയിൻ്റനൻസ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇലക്ട്രോഫോററ്റിക്കിന്റെ ടെമ്പറേച്ചർ ഫ്ലക്ച്വേറ്റ് ചെയ്യരുത്. ആദ്യം നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് ദെൻ ടെമ്പറേച്ചർ കുറഞ്ഞ് ദെൻ ടെമ്പറേച്ചർ കൂടി ആ ഒരു രീതിയിൽ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ പാടില്ല. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ ജസ്റ്റ് സർക്കുലേറ്റിംഗ് ദിസ് കൂളിംഗ് സിസ്റ്റം ഓർ കൂളിംഗ് വാട്ടർ ഫ്രം റെഫ്രിജറേറ്റിംഗ് യൂണിറ്റ്. ഓക്കെ, ദെൻ above that ഈ ഒരു കൂളിംഗ് പ്ലേറ്റ്സിന്റെ മേലെ just to pressurize to fix it on that place we are applying a pressure pad onto it. Then ഇവിടെ നോക്കാൻ പറ്റും or നിങ്ങൾക്ക് കാണാൻ പറ്റും it's all covered with insulated cover and here നമ്മുടെ stabilizing supporting media അതായത് paper is connected to the buffer with the wick നമ്മൾ usually ചെയ്യുന്ന പോലെ തന്നെ we are just folding the filter paper and made it as a wick and that we are supporting with the buffer unit and the stabilizing or supporting media. Okay, then here you can see that two buffer chambers are there and this buffer chamber also made up of with polythene sheets and this is filled with the buffer. Here also negative pole and here the positive pole and this is the electrodes. രണ്ട് ഭാഗത്തും എന്തുണ്ടാവും electrodes ഉണ്ടാവും. Here also electrodes are made up of platinum wire. Okay, and here you should remember that when once I am explaining I told that here we are applying sample in the center portion. Why we are applying in the center portion means here in this high voltage electrophoresis we can perform this high voltage electrophoresis in two different pH. രണ്ട് നമ്മൾ പൊതുവെ എന്താ ചെയ്യുക, ഏതാണോ നമ്മുടെ സാമ്പിൾ ഏതാണോ ബഫർ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള pH ആണ് നമ്മൾ അവിടെ ഓപ്റ്റ് ചെയ്യുക. ബട്ട് ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം ഇലക്ട്രോഫോർസസ് നമുക്ക് ഡിഫറെന്റ് pHൽ 1 by 1 ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യാം. ആദ്യം ഒരു ഇപ്പൊ 7.4 ആണ് ഒരു pH എങ്കിൽ ആദ്യം ആ ഒരു pH ബഫറിന്റെ pH ആണ് പറയുന്നത് 7.4 pHൽ ഇലക്ട്രോഫോർസസ് ക്യാരി ഔട്ട് ചെയ്യുക. ദെൻ ആ പേപ്പർ ഡ്രൈ ഔട്ട് ചെയ്തതിന് ശേഷം എഗെയിൻ 7.6 7.8 ക്യാരി ഔട്ട് ചെയ്യുക. ദെൻ അതും ഡ്രൈ ഔട്ട് ചെയ്യുക, എന്നിട്ട് സ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, റെസൊല്യൂഷൻ കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ടറി ആയിരിക്കും, ഗുഡ് റെസൊല്യൂഷനും കിട്ടും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, സാമ്പിൾ വി ആർ അപ്ലൈയിങ് ഇൻ ദി സെൻട്രൽ മോസ്റ്റ് പോർഷൻ. Okay, this is how the presentation of this high voltage electrophoresis. ഒന്നുകൂടെ പറയാം. Here we are fixing it with the supporting medium. Here we are using is paper, that is a Watsman number 1 filter paper we are using. Then sample we are applying in the centermost portion and ഇത് high voltage ആയതുകൊണ്ട് തന്നെ we should give a cooling system. അല്ലെ, നമ്മളൊരു കൂളിംഗ് സിസ്റ്റം കൊടുക്കണം. ആ ഒരു കൂളിംഗ് സിസ്റ്റം ആണ് ഇവിടെ എന്തുള്ളത്, ഒരു പോളിത്തീൻ ഷീറ്റ് വെച്ചിട്ട് ആദ്യം അതിനെ ഒന്ന് എൻവലപ്പ് ചെയ്യും. എന്തിനെ, സപ്പോർട്ടിംഗ് മീഡിയം നമ്മുടെ പേപ്പറിനെ ഒന്ന് എൻവലപ്പ് ചെയ്യും. അതിനുശേഷം വി ആർ എൻവലപ്ഡ് വിത്ത് കൂളിംഗ് പ്ലേറ്റ്സ് ആൻഡ് ദിസ് കൂളിംഗ് പ്ലേറ്റ്സ് ഈസ് മേഡ് അപ്പ് ഓഫ് അലൂമിനിയം ആൻഡ് ദിസ് അലൂമിനിയം പ്ലേറ്റ്സ് ഈസ് ഫിൽഡ് വിത്ത്, ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്, വാട്ടർ ഓർ വാട്ടർ ഗ്ലൈക്കോൾ കോമ്പൗണ്ട്, ആ ഒരു മിക്സ്ചർ ആയിരിക്കും ഈ ഒരു മോഡേൺ എക്യുപ്മെന്റ്സിലൊക്കെ ഉണ്ടാവുക. ആൻഷ്യൻ ടൈമിലാണെങ്കിൽ ടൊലൂയിനും ക്ലോറോബെൻസീനും ആയിരിക്കും ഉണ്ടാവുക. Okay, then that is pressure that is stabilized with the pressure pad and it is connected with the two buffer units. These two buffer units are also made up of polythene sheet and it is filled with the suitable buffers and which is connected with the electrodes. These electrodes are made up of platinum wire and it consists of two poles, anode and cathode, and this buffer unit or a buffer chamber and the supporting media should be connected and this is connected with the wick in both sides. Okay, and the whole equipment should be insulated or ഒരു ഇൻസുലേറ്റഡ് കവർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസുലേറ്റ് ചെയ്തിരിക്കണം. എന്തിനാ, ടു പ്രിവെന്റ് ദി ഇവോപ്പറേഷൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം ഇവിടെ
ക്ലോറോബെൻസീനോ ടൊലൂയിനോ ആണ് ആൻഷ്യൻ ടൈമിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന്റെ മെയിൻ ഡ്രോബാക്ക് എന്താണ്? 10,000 വോൾട്ടേജിന് മേലെയാണെങ്കിൽ ഇതെന്താവും? അൺസ്യൂട്ടബിൾ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മോഡേൺ എക്യുപ്മെന്റ്സിൽ വി ആർ യൂസിങ് വാട്ടർ ഓർ വാട്ടർ ഗ്ലൈക്കോൾ മിക്സ്ചർ ആസ് എ കൂളിംഗ് ഏജന്റ്. ദാൻ 2 പ്ലേറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് അലൂമിനിയം ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഇൻസുലേറ്റഡ് വിത്ത് എ പേപ്പർ സ്ട്രിപ്പ് ബിറ്റ്വീൻ ദം. ആൻഡ് അതിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് പോളിത്തീൻ ഷീറ്റ് ഉണ്ടാവും. ദെൻ അതിലും സെൻട്രൽ ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക? നമ്മുടെ സപ്പോർട്ടിംഗ് മീഡിയം ഉണ്ടാവുക. ആൻഡ് ദിസ് ഹോൾ തിങ് ഇറ്റ് ഈസ് പ്രഷറൈസ്ഡ് വിത്ത് പ്രഷർ പാഡ്. And the pressure plates, the plates are of in dimension 50 into 50 centimeter, and which allows large sheets of 3 mm Wartsman paper. Okay. And then ഇതിലിപ്പോ പറയുന്നത് ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ ഒരിക്കലും ആവരുത്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ഫ്രം ടോപ്പ് ടു ബോട്ടം, മീൻസ് ഫ്രം ബിഗിനിങ് ടു എൻഡിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നതാണെങ്കിൽ നമുക്ക് റിസൾട്ട് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നതായിരിക്കില്ല. ദെൻ വെൻ വി ആർ യൂസിങ് ഹാർഡ് വാട്ടർ, ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. When we are using hard water as a cooling agent, we should provide a softener in that. ഹാർഡ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ആ ചാനൽസിൽ ക്ലോഗ്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഷുഡ് യൂസ് സോഫ്റ്റ്നർ ഇൻ ദാറ്റ്. ദ ഹോൾ അപ്പാരറ്റസ് ഷുഡ് ബി കവേർഡ് വിത്ത് ഇൻസുലേറ്റിംഗ് സർഫസ് ടു അവോയ്ഡ് ആക്സിഡന്റ്, ബിക്കോസ് വി ആർ ക്യാരിങ് ഔട്ട് ഇൻ ഹൈ വോൾട്ടേജ് വിച്ച് മൈറ്റ് ബി ഫെറ്റൽ. ഓക്കെ, ആൻഡ് വോൾട്ടേജിൽ ഹൈ വോൾട്ടേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി വെരി എസെൻഷ്യൽ ദാറ്റ് വി ഷുഡ് മെയിൻറ്റെയിൻ എ കട്ട് ഔട്ട് ഡിവൈസ്. എന്തെങ്കിലും വോൾട്ടേജ് ഫ്ലക്ച്വേഷനോ എന്തെങ്കിലും വരുവാണെങ്കിൽ ആ സർക്യൂട്ട് കട്ട് ആവാനുള്ള കട്ട് ഔട്ട് ഡിവൈസും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ ബഫർ റിസർവോയേഴ്സ് മെയ്ഡ് അപ്പ് എന്താണ്? തിക് ഷീറ്റ് ഓഫ് പോളിത്തീൻ. Okay, and these are the things which I already explained in that. So this is about the high voltage electrophoresis. Okay, thank you.